ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. അതിനാദ്യം ഒരു ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. 5-6 കൊച്ചുള്ളി ഇടണം. അത് ഞാൻ അരിഞ്ഞാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതി. ഇത് കാശ്മീരി ആയതുകൊണ്ട് 2 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി 2 സ്പൂൺ മല്ലിപ്പൊടി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ആ ഒരു സൈസിലുള്ള പുളി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം അടിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. നന്നായിട്ടങ്ങ് പേസ്റ്റ് പോലെ ആവണ്ട, ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഇനി ഒരു പാത്രം വയ്ക്കാം നമുക്ക്. അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഉലുവ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിവേപ്പില ഉണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മുടെ കൊച്ചുള്ളി ഒരുവിധം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അരപ്പ് നന്നായിട്ട് ചൂടാവുന്നവരെ, അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ മീൻ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. നന്നായിട്ട് എല്ലാ സ്ഥലവും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ജാറ് കഴുകിയ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്കതിൽ മീനിട്ട് കൊടുക്കാം. അതുവരെ അത് കിടന്ന് തിളയ്ക്കട്ടെ അരപ്പ്. ഇപ്പോൾ ഞാൻ മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനായിട്ട് നമ്മുടെ തിളയ്ക്കുന്ന മീൻ കറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന മീൻ ബർക്കൂടയാണ്. അപ്പം ഏത് മീനായാലും നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാവൂ. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ കുത്തി പൊടിക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് താത്ത് കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. എന്നിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. നന്നായിട്ട് തിളക്കട്ടെ. കുറേ നേരം കിടന്ന് തിളച്ചതിന് ശേഷം, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷം, കുറച്ചും കൂടെ നേരം കിടന്നതിന് ശേഷം വറ്റിയിട്ട് മാത്രമേ നമ്മൾ ഇറക്കാവുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് കറി വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇറക്കാവുന്നതാണ് തിളച്ചതിന് ശേഷം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വറ്റണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ വെച്ച്
ഇപ്പോൾ ഒന്ന് കുറുകി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കി മാറ്റി വയ്ക്കാവുന്നതാണ്.